അടുത്തതായി C++ലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലെ അടുത്ത സെക്ഷനായ ഇൻഹെറിറ്റൻസ് എന്താണ് എന്ന് നോക്കാം. ഇൻഹെറിറ്റൻസ് എന്നാൽ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഉദാഹരണമായി, ഒരു ക്ലാസ്സിലെ മെമ്പേഴ്സിനെ നമ്മൾക്ക് മറ്റുള്ള ക്ലാസ്സിലും ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു കോളേജിലെ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓഫീസ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഫിസിക്സ് എന്ന ക്ലാസും കെമിസ്ട്രി എന്ന ക്ലാസും ക്രിയേറ്റ് ചെയ്യുന്നു. ഈ രണ്ട് ക്ലാസ്സിലെയും ഡീറ്റെയിൽസ് ഓഫീസ് എന്ന ക്ലാസ്സിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ രണ്ട് ക്ലാസ്സിൽ നിന്നും നമ്മൾക്ക് ഓഫീസ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫിസിക്സ് എന്ന ക്ലാസ്സിലെയും അതേപോലെ തന്നെ കെമിസ്ട്രി എന്ന ക്ലാസ്സിലെ മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന മൂന്നാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓഫീസ് എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ആദ്യമായി ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിനെ അല്ലെങ്കിൽ ഓൾഡ് ക്ലാസ്സിനെ ബേസ് ക്ലാസ് എന്നും അതിൽ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ക്ലാസ്സിനെ അല്ലെങ്കിൽ ന്യൂ ക്ലാസ്സിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ സബ് ക്ലാസ് എന്നും പറയുന്നതാണ്. ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ബേസ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബേസ് ക്ലാസ്സിലെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി, എ എന്ന ക്ലാസ്സിൽ നിന്നും ബി എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എ എന്ന ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെ നമ്മൾക്ക് ബി എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. ഇനി ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ആൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ്സിൽ നിന്നും എങ്ങനെയാണ് രണ്ടാമത് മറ്റൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിന്റെ സിന്റാക്സ് ഇതേ രീതിയിലാണ്. അതായത് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ് നെയിം, അതായത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ക്ലാസ്, ഫുൾ കോളൻ, വിസിബിലിറ്റി മോഡ്, ബേസ് ക്ലാസ് നെയിം. വിസിബിലിറ്റി മോഡ് എന്നത് പ്രൈവറ്റ് ഓർ പബ്ലിക് ആണ്. ഇതേ രീതിയിൽ ബേസ് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ വിസിബിലിറ്റി മോഡിൽ നമ്മൾ നൽകുന്ന പ്രൈവറ്റ് ഓർ പബ്ലിക് അനുസരിച്ചായിരിക്കും ഇതിലെ മെമ്പർ ഫംഗ്ഷന് അതിന്റെ ഒബ്ജക്റ്റിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അടുത്തത് നമ്മൾക്ക് വിവിധ രീതിയിലുള്ള ഇൻഹെറിറ്റൻസിനെ പരിചയപ്പെടാം. ആദ്യമായി സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ രീതിയെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. സിംഗിൾ ഇൻഹെറിറ്റൻസിൽ ഒരു ബേസ് ക്ലാസും ഒരു ഡിറൈവ്ഡ് ക്ലാസും മാത്രമേ കാണുകയുള്ളൂ. ഉദാഹരണമായി, എ എന്ന ഈ ക്ലാസ്സിൽ നിന്നും ബി എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതായത് എ എന്ന ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും ബി എന്ന ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഹെറിറ്റൻസിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അടുത്തതായി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. ഇതേ രീതിയിൽ എ എന്ന ക്ലാസ്സിൽ നിന്നും ബി എന്ന ക്ലാസ്സിൽ നിന്നും സി എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ബേസ് ക്ലാസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് എയും ബിയും. ഈ രണ്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾക്ക് സി എന്ന ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അടുത്തതായി ഹയറാർക്കിൽ ഇൻഹെറിറ്റൻസ്. ട്രീ മോഡലിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഹെറിറ്റൻസിനെ ഹയറാർക്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതായത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഒന്നിൽ കൂടുതൽ ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഉദാഹരണമായി, എ എന്ന ഈ ക്ലാസ്സിൽ നിന്നും നമ്മൾ ബി എന്ന ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ എ എന്ന ബേസ് ക്ലാസ്സിൽ നിന്നും സി എന്ന ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു.
അതേപോലെ എ എന്ന ബേസ് ക്ലാസ്സിൽ നിന്നും ഡി എന്ന ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഒന്നിൽ കൂടുതൽ ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനാൽ ഇതിനെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതായത് പേരന്റ് ക്ലാസ്സിൽ നിന്നും ഒന്നിൽ കൂടുതൽ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തതായി മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഒന്നിൽ കൂടുതൽ ലെവൽ ഉള്ള ഇൻഹെറിറ്റൻസിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. ഉദാഹരണമായി എ എന്ന ഈ ബേസ് ക്ലാസ്സിൽ നിന്നും ബി എന്ന ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ബി എന്ന ബേസ് ക്ലാസ്സിൽ നിന്നും സി എന്ന ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ബി സിയുടെ ബേസ് ക്ലാസ്സും എന്നാൽ എ ബിയുടെ ബേസ് ക്ലാസ്സുമായി വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ലെവലുള്ള ഇൻഹെറിറ്റൻസിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. എന്നാൽ എ എന്ന ക്ലാസിന്റെ മെമ്പേഴ്സിനെ എല്ലാം തന്നെ സി എന്ന ക്ലാസ്സിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ബി എന്ന ഡിറൈവ്ഡ് ക്ലാസ് വഴി എ എന്ന ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും സി എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനാൽ ബി എന്ന ഈ ക്ലാസ്സിനെ ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ് എന്നാണ് C++ൽ പറയുന്നത്. അടുത്തതായി ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇതേ രീതിയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ഇൻഹെറിറ്റൻസും ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൽ കമ്പൈനായി വരുന്നതാണ്. അതായത് സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇതേ രീതിയിൽ എല്ലാ ഇൻഹെറിറ്റൻസും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയി കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ എ എന്ന ബേസ് ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ ഫീച്ചേഴ്സും ഡി എന്ന ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ബി എന്ന ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ് വഴി. ഇനി നമ്മൾക്ക് ഓരോ ഇൻഹെറിറ്റൻസിന്റെ പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇവിടെ സിംഗിൾ ഇൻഹെറിറ്റൻസിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ നിന്നും എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസിനെ റീഡ് ചെയ്ത് അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഓഫീസ് എന്ന ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഓഫീസിന്റെ ഡീറ്റെയിൽസും റീഡ് ചെയ്തതിനു ശേഷം രണ്ട് ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഓഫീസ് എന്ന ക്ലാസ്സിൽ പ്രിന്റ് ചെയ്യുക. എങ്ങനെയാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ച് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി EMB എന്ന ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ പ്രൊട്ടക്റ്റഡ് മെമ്പർ ആണ് എംപ്ലോയി നമ്പർ നെയിം. പ്രൊട്ടക്റ്റഡ് മെമ്പർ എന്നാൽ ഒരു ക്ലാസ്സിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആ ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷന് മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു ക്ലാസ്സിലെ മെമ്പറിനെ പ്രൊട്ടക്റ്റഡായി പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിലും മെമ്പേഴ്സിനെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആണ് എംപ്ലോയി നമ്പറും നെയിമും. എംപ്ലോയി നമ്പറും നെയിമും EMB എന്ന ക്ലാസ്സിൽ പ്രൈവറ്റ് മെമ്പർ തന്നെയാണ്. എംപ്ലോയി നമ്പറും നെയിമും EMB എന്ന ക്ലാസ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ്സിലും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി പബ്ലിക് സെക്ഷനിൽ get EMB എന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഓഫീസ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓഫീസ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് EMB എന്ന ക്ലാസ്സിൽ നിന്നാണ്. ഓഫീസ് എന്ന ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് മെമ്പർ ആണ് ഡിപ്പാർട്ട്മെന്റ്, അതായത് DEPT. ഇനി ഓഫീസ് എന്ന ക്ലാസ്സിൽ രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് ഗെറ്റ് ഓഫീസ്, ഡിസ്പ്ലേ. ഇവിടെ ക്ലാസ് ക്ലോസ് ചെയ്തു. ഇനി ഗെറ്റ് EMB എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് EMB എന്ന ക്ലാസ്സിലെ ഗെറ്റ് EMB എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. എംപ്ലോയി നമ്പർ എൻ്റർ ചെയ്യുന്നത് EMB എന്ന ക്ലാസ്സിലെ എംപ്ലോയി നമ്പർ എന്ന വേരിയബിളിലേക്കും നെയിം എൻ്റർ ചെയ്യുന്നത് EMB എന്ന ക്ലാസ്സിലെ നെയിം എന്ന വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഓഫീസ് എന്ന ക്ലാസ്സിലെ ഗെറ്റ് ഓഫീസ് എന്ന ഫംഗ്ഷനെ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നെയിം എൻ്റർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് DEPT എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ, അതായത് ഓഫീസ് എന്ന ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. ഇവിടെ എംപ്ലോയി നമ്പർ പ്രിന്റ് ചെയ്യുന്നു, അതായത് EMB_NO. EMB_NO എന്ന ഈ വേരിയബിൾ EMB എന്ന ക്ലാസ്സിലെയാണ്. എന്നാൽ നമ്മളത് ഓഫീസ് എന്ന ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് പ്രിന്റ് ചെയ്യുന്നത്. കാരണം ഓഫീസ് എന്ന ക്ലാസ്
EMP എന്ന ക്ലാസിന്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. അതിലെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് എല്ലാം തന്നെ ഓഫീസ് എന്ന ക്ലാസ്സിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം EMP എന്ന ക്ലാസ്സിലെ നെയിം എന്ന വേരിയബിൾ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് എന്ന ക്ലാസ്സിലെ ഡിപ്പാർട്ട്മെന്റ് എന്ന വേരിയബിൾ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ ഓഫീസ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഓഫീസ് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ഇവിടെ മെയിൻ ഫംഗ്ഷനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഹെറിറ്റൻസിൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ബേസ് ക്ലാസിന്റെ വാല്യൂസിനെയും ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഇവിടെ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് EMP എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. ഗെറ്റ് EMP എന്ന ഫംഗ്ഷൻ EMP എന്ന ക്ലാസ്സിലെയാണ്. അതേപോലെ തന്നെ ഗെറ്റ് ഓഫീസ് എന്ന ക്ലാസ് ഇവിടെ കോൾ ചെയ്യുകയാണ്. ഇത് ഓഫീസ് എന്ന ക്ലാസ്സിലെയാണ്. അതിനുശേഷം ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്ത് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത ബേസ് ക്ലാസ് ഡിറൈവ്ഡ് ക്ലാസ്സിലെയും വാല്യൂസ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഈ ഫംഗ്ഷൻ നമ്മൾക്ക് കമ്പൈൽ ചെയ്യാം. ഈ പ്രോഗ്രാം ഇവിടെ കമ്പൈൽ ചെയ്യുന്നു. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇത് ആദ്യമായി ബേസ് ക്ലാസ്സിലെ ഗെറ്റ് EMP എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്ത് എൻ്റർ എംപ്ലോയി നമ്പർ എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് വന്നതും എംപ്ലോയി നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് നൽകി. അടുത്തതായി എംപ്ലോയി നെയിം നൽകുകയാണ്. ഇനി ഡിപ്പാർട്ട്മെന്റ് നെയിം നൽകുന്നു. എൻ്റർ ചെയ്യുമ്പോൾ ഓഫീസ് എന്ന ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണാം. ഇതേ രീതിയിൽ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും വീണ്ടും അടുത്ത ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്യുകയും അതിൽ നിന്നും വീണ്ടും അടുത്ത ഡിറൈവ് ക്ലാസ് ഡിറൈവ് ചെയ്യുകയും ചെയ്യുന്നതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. അതായത് ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ആ ഡിറൈവ്ഡ് ക്ലാസ്സിൽ നിന്നും അടുത്ത ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഇൻഹെറിറ്റൻസിനാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ആദ്യമായി സ്റ്റുഡന്റ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആണ് റോൾ നമ്പർ. പ്രൊട്ടക്റ്റഡ് എന്ന ഈ സെക്ഷൻ പ്രൈവറ്റ് എന്ന സെക്ഷന് ഇക്വൽ ആണ്. അതായത് ഒരു സെക്ഷനെ നമ്മൾ പ്രൈവറ്റിന് പകരം പ്രൊട്ടക്റ്റ് ആയി നൽകി കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് എലമെന്റ്സിനെ അതിന്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു ക്ലാസ്സിലെ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആ ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷന് മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രൊട്ടക്റ്റഡ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്പറിനെ ആ ക്ലാസ്സിൽ നിന്നും മറ്റേത് ക്ലാസ് ആണോ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ നിന്നും ഏത് ഡിറൈവ്ഡ് ക്ലാസ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ക്ലാസ്സിൽ നമ്മൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന വേരിയബിൾ റോൾ നമ്പർ എന്ന പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ആണ്. അതിനാൽ റോൾ നമ്പർ എന്ന ഈ വേരിയബിൾ ഇതിന്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. പബ്ലിക് സെഷനിൽ രണ്ട് ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് ഗെറ്റ് എന്ന ഫംഗ്ഷനും അതേപോലെ തന്നെ പുട്ട് എന്ന ഫംഗ്ഷനും. ഗെറ്റ് എന്ന ഫംഗ്ഷൻ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ ആണ്. ഇനി ക്ലാസ്സിന് ഔട്ട്സൈഡ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് വോയിഡ് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷൻ ആയതിനാൽ സ്റ്റുഡന്റ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഗെറ്റ് എന്ന ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഒരു പാരാമീറ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് ഇന്റ് എ. ഗെറ്റ് എന്ന ഈ ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്യുന്നോ അവിടെ എയിലേക്ക് നമ്മൾ ഒരു വാല്യൂ പാസ് ചെയ്യുന്ന വാല്യൂവിനെ റോൾ നമ്പർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. റോൾ നമ്പറിലേക്ക് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അത് പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഇവിടെ പുട്ട് എന്ന ഫംഗ്ഷനിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് റോൾ നമ്പർ ഈക്വൽ ടു റോൾ നമ്പർ പ്രിന്റ് ചെയ്യുന്നു. ഇതോടെ ഈ ക്ലാസ്സിലെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ക്ലാസ് ടെസ്റ്റ്. ടെസ്റ്റ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിൽ നിന്നാണ്. അതായത് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾക്ക് ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആണ് സബ്ജക്ട് 1, സബ്ജക്ട് 2. ഇനി ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ പബ്ലിക് സെഷനിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതായത് ഗെറ്റ് മാർക്സ്, പുട്ട് മാർക്സ്. ഗെറ്റ് മാർക്സ് എന്ന ഫംഗ്ഷൻ പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ ആണ്. അതായത് ഗെറ്റ് മാർക്സ് എവിടെ നമ്മൾ കോൾ ചെയ്യുന്നോ അവിടെ അതിന്റെ ബ്രാക്കറ്റിൽ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ പാസ് ചെയ്യുന്നതാണ്.
ഇനി ഫംഗ്ഷൻ ഔട്ട്സൈഡ് ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷൻ, ക്ലാസ്സിന് ഔട്ട്സൈഡ് ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് void ടെസ്റ്റ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഗെറ്റ് മാർക്സ്. ഇവിടെ രണ്ട് പാരാമീറ്ററൈസ്ഡ് വേരിയബിൾ നമ്മൾ നൽകി, അതായത് ഫ്ലോട്ട് എക്സ്, ഫ്ലോട്ട് വൈ. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എക്സിന് ലഭിക്കുന്ന വാല്യൂ ഇവിടെ സബ്ജക്റ്റ് 1 എന്ന വേരിയബിളിലേക്കും അതേപോലെ തന്നെ വൈക്ക് ലഭിക്കുന്ന വാല്യൂ സബ്ജക്റ്റ് 2 എന്ന ഈ വേരിയബിളിലേക്കും സ്റ്റോർ ചെയ്യുന്നു. ഇനി ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ തന്നെയുള്ള പുട്ട് മാർക്സ് എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് മാർക്ക് 1 ഈക്വൽ ടു സബ്ജക്റ്റ് 1ന്റെ മാർക്ക് പ്രിന്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ മാർക്ക് 2 ഈക്വൽ ടു സബ്ജക്റ്റ് 2ന്റെ മാർക്ക് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ക്ലാസ് ഡിഫൈൻ ചെയ്യുകയാണ്, അതായത് ക്ലാസ് റിസൾട്ട്. റിസൾട്ട് എന്ന ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ നിന്നാണ്. ഇപ്പോൾ ഇവിടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയി. അതായത് ആദ്യമായി നമ്മൾ ഉപയോഗിച്ച ക്ലാസ് സ്റ്റുഡന്റ്, സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിൽ നിന്നും ടെസ്റ്റ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ നിന്നും റിസൾട്ട് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 3 ലെവലിലാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ലെവലിലുള്ള ഇൻഹെറിറ്റൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. ഇവിടെ ടോട്ടൽ എന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി പബ്ലിക് സെക്ഷനുള്ളിൽ void ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, അതായത് ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ടോട്ടൽ മാർക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യുകയാണ്, അതായത് സബ്ജക്റ്റ് 1 പ്ലസ് സബ്ജക്റ്റ് 2. ഇനി പുട്ട് എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു, പുട്ട് മാർക്സ് എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടോട്ടൽ മാർക്സ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. മെയിൻ ഫംഗ്ഷനുള്ളിൽ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ സാധാരണയായി ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും മെയിൻ ഫംഗ്ഷനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ റിസൾട്ട് എന്ന ക്ലാസ് ആണ് ഡിറൈവ്ഡ് ക്ലാസ്. അതിന്റെ ഒബ്ജക്റ്റ് ഇവിടെ സ്റ്റുഡന്റ് 1 എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി സ്റ്റുഡന്റ് 1 ഡോട്ട് ഗെറ്റ് ബ്രാക്കറ്റിൽ ഒരു നമ്പർ പാസ് ചെയ്യുന്നു. സ്റ്റുഡന്റ് 1 ഡോട്ട് ഗെറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് 1 ഡോട്ട് ഗെറ്റ് എന്ന ഫംഗ്ഷൻ യഥാർത്ഥത്തിൽ സ്റ്റുഡന്റ് 1 എന്ന ഓബ്ജക്റ്റ് റിസൾട്ട് എന്ന ക്ലാസിന്റെ ഓബ്ജക്റ്റ് ആണ്. എന്നാൽ അതിൽ ഗെറ്റ് ഫംഗ്ഷൻ ഇല്ല. എന്നാൽ റിസൾട്ട് എന്ന ക്ലാസ്സിൽ നിന്നും ടെസ്റ്റ് എന്ന ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ടെസ്റ്റ് എന്ന ക്ലാസ്സിൽ സ്റ്റുഡന്റ് എന്ന ക്ലാസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉപയോഗിക്കാവുന്നതാണ്. അതായത് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലാണ് ഗെറ്റ് എന്ന ഫംഗ്ഷൻ. ഇപ്പോൾ സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ ഗെറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ആദ്യമായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബേസ് ക്ലാസ്. ഇതേ രീതിയിൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷൻസിനെ എല്ലാം നമ്മൾക്ക് ഇവിടെ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷനാണ് ഗെറ്റ് മാർക്സ്. ഈ ഫംഗ്ഷനും റിസൾട്ട് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി ഇവിടെ കോൾ ചെയ്യുകയാണ്. ഇനി ഇതിന്റെ ബ്രാക്കറ്റിലേക്ക് 2 വാല്യൂ നമ്മൾ പാസ് ചെയ്യുകയാണ്. ഇവിടെ 78 എന്നുള്ള വാല്യൂ എക്സ് എന്ന ഈ വേരിയബിളിനും 67 എന്നുള്ള വാല്യൂ വൈ എന്ന വേരിയബിളിനും ലഭിച്ചതിന് ശേഷം അത് സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2 എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം സ്റ്റുഡന്റ് 1 ഡോട്ട് ഡിസ്പ്ലേ, അതായത് നമ്മൾ ഏറ്റവും അവസാനം ക്രിയേറ്റ് ചെയ്ത റിസൾട്ട് എന്ന ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ ടോട്ടൽ മാർക്ക് ഫൈൻഡ് ചെയ്യുന്നതും അതിനുശേഷം സ്റ്റുഡന്റ് റോൾ നമ്പർ പ്രിന്റ് ചെയ്യുന്നു, മാർക്സ് പ്രിന്റ് ചെയ്യുന്നു, ടോട്ടൽ മാർക്സ് പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ പുട്ട് എന്ന ഈ ഫംഗ്ഷൻ സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ, അതായത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷനാണ്. പുട്ട് മാർക്സ് എന്ന ഫംഗ്ഷൻ രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ ഫംഗ്ഷനാണ്. അതിനുശേഷം ടോട്ടൽ മാർക്സ് പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ റിസൾട്ട് എന്ന ഈ ക്ലാസ്സിൽ നമ്മൾക്ക് മറ്റ് 2 ക്ലാസ്സിലെയും ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ സഹായത്തോടു കൂടി മറ്റുള്ള ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷനെയും ഇവിടെ നമ്മൾക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യമായി കമ്പൈൽ ചെയ്യുന്നു. ഇനി ഇതിനെ റൺ ചെയ്യുകയാണ്. ഇതാ ഇവിടെ സ്റ്റുഡന്റ് റോൾ നമ്പറും അതേപോലെ തന്നെ മാർക്കും ടോട്ടൽ മാർക്കും പ്രിന്റ് ചെയ്ത് കാണാം. ഇവിടെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനായുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തതിനു ശേഷം എം എന്നുള്ള ഒരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിലെ പ്രൊട്ടക്റ്റഡ് മെമ്പറാണ് സ്മോൾ ലെറ്റർ എം. അതേപോലെ തന്നെ പബ്ലിക് സെഷനിൽ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, അതായത് ഗെറ്റ് എം. ഇതൊരു പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷനാണ്. അടുത്ത എൻ എന്ന ഒരു സെപ്പറേറ്റ് ക്ലാസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു.
ഇതിലെ പ്രൊട്ടക്റ്റഡ് മെമ്പർ ആണ് n. അതേപോലെ തന്നെ പബ്ലിക് സെഷനിൽ ഇതിന്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഈ രണ്ട് ക്ലാസ്സും ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്, അതായത് ക്ലാസ് m അതേപോലെ തന്നെ ക്ലാസ് n. ഇനി ഈ രണ്ട് ക്ലാസ്സിൽ നിന്നും നമ്മൾ മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് p എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ട് ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഇതേ രീതിയിലാണ്, അതായത് ഫുൾ കോള് പബ്ലിക് m പബ്ലിക് n. അതായത് m എന്ന ബേസ് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും p എന്ന ഈ ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ n എന്ന ബേസ് ക്ലാസിന്റെയും. രണ്ട് ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിനാൽ ഇതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്സിൽ നിന്നും ഒരു ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണല്ലോ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇവിടെ രണ്ട് ബേസ് ക്ലാസ്സിൽ നിന്നും, അതായത് m എന്ന ക്ലാസ്സിൽ നിന്നും അതേപോലെ തന്നെ n എന്ന ക്ലാസ്സിൽ നിന്നും p എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതിനാൽ ഇത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇനി p എന്ന ഈ ക്ലാസ്സിൽ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇവിടെ p എന്ന ക്ലാസ് ക്ലോസ് ചെയ്യുകയാണ്. ഇനി മറ്റുള്ള ക്ലാസ്സിലെ ഫംഗ്ഷനെ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്. ആദ്യമായി m എന്ന ബേസ് ക്ലാസിന്റെ ഫംഗ്ഷനെ ഇവിടെ ഡിഫൈൻ ചെയ്യുകയാണ്, അതായത് get m. ഇവിടെ x എന്ന പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിച്ചിരിക്കുന്നു. ഫംഗ്ഷൻ കോൾ ചെയ്ത സെക്ഷനിൽ നിന്നും x എന്ന ഈ വേരിയബിളിന് ലഭിക്കുന്ന വാല്യൂ m എന്ന ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് വേരിയബിൾ ആയ m ന് നൽകുന്നു. അതേപോലെ തന്നെ n എന്ന ക്ലാസ്സിലെ get n എന്ന ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. ഇതിലെ y എന്ന പാരാമീറ്റർ വേരിയബിൾ ഉപയോഗിച്ചിരിക്കുന്നു. ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് അവിടെ നിന്നും yക്ക് ലഭിക്കുന്ന വാല്യൂ n എന്ന ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. അതേപോലെ തന്നെ p എന്ന ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഇവിടെ m എന്ന വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുകയാണ്, അതേപോലെ തന്നെ n എന്ന വേരിയബിളിന്റെ വാല്യൂ. ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഈ രണ്ട് വാല്യൂസും രണ്ട് ബേസ് ക്ലാസ്സിലെ വാല്യൂസ് ആണല്ലോ, അതായത് m എന്ന ബേസ് ക്ലാസ്സിലെയും n എന്ന ബേസ് ക്ലാസ്സിലെയും വാല്യൂസ് ആണ് ഇവിടെ p എന്ന ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നൽകുന്ന രണ്ട് വാല്യൂസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. സാധാരണ ഇൻഹെറിറ്റൻസിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിലും ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ മെയിൻ ഫംഗ്ഷനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് p എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇവിടെ p എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി p ഡോട്ട് ഗെറ്റ് m ഇതിന്റെ ബ്രാക്കറ്റിൽ 10 എന്ന വാല്യൂ പാസ് ചെയ്യുന്നു. അതായത് m എന്ന ക്ലാസ്സിലെ get m എന്ന ഈ ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നതും x എന്ന വേരിയബിളിൽ നിന്നും അത് m എന്ന ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതുമാണ്. അടുത്തതായി p ഡോട്ട് ഗെറ്റ് n ഇതിന്റെ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ അടുത്ത വാല്യൂ പാസ് ചെയ്യുന്നു. അത് get n എന്ന ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതും y എന്ന വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് അത് n എന്ന പ്രൊട്ടക്റ്റഡ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. അതിനുശേഷം p എന്ന ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ നമ്മൾ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നു. അതായത് ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ബേസ് ക്ലാസ്സിന്റെ വാല്യൂസ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം നമ്മൾക്കൊന്ന് കമ്പൈൽ ചെയ്യാം. പ്രോഗ്രാം റൺ ചെയ്യുന്നു. ഇതാ ആദ്യമായി ഡിറൈവ്ഡ് ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി ബേസ് ക്ലാസിന്റെ ആദ്യത്തെ വാല്യൂ രണ്ടാമത്തെ ബേസ് ക്ലാസ്സിലെ വാല്യൂ പ്രിന്റ് ചെയ്തതിനു ശേഷം അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ പ്രിന്റ് ചെയ്തതായി കാണാം. വെർച്വൽ ബേസ് ക്ലാസ് എന്താണെന്ന് നോക്കാം. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ, സിംഗിൾ ഈ ഇൻഹെറിറ്റൻസിന്റെ കോമ്പിനേഷനെയാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ രണ്ട് ക്ലാസ്സുകളെ നമ്മൾക്ക് വെർച്വൽ ബേസ് ക്ലാസ് എന്ന് പറയാൻ സാധിക്കുന്നതാണ്. അതായത് ഈ രണ്ട് ക്ലാസ്സിനെയും വെർച്വലായി ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. അതായത് റിസൾട്ട് എന്ന ക്ലാസിന്റെ വെർച്വൽ ക്ലാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്ന ടെസ്റ്റും സ്പോർട്സും. സ്റ്റുഡന്റ് എന്ന ക്ലാസിന്റെ എല്ലാ ഡീറ്റെയിൽസും അല്ലെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും നമ്മൾക്ക് റിസൾട്ട് എന്ന ക്ലാസ്സിലും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് ടെസ്റ്റ് എന്ന വെർച്വൽ ബേസ് ക്ലാസിന്റെയോ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന വെർച്വൽ ബേസ് ക്ലാസിന്റെയോ സഹായത്തോടു കൂടി റിസൾട്ട് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യാവുന്നതും അതിലെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾക്ക് റിസൾട്ട് എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. വെർച്വൽ എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വെർച്വൽ എന്ന കീവേഡ് ഉപയോഗിക്കേണ്ടതാണ്. എങ്ങനെയാണ് വെർച്വൽ ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ
എങ്ങനെയാണ് വെർച്വൽ ബേസ് ക്ലാസ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഒരു ഇൻഡിപെൻഡന്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് സ്റ്റുഡന്റ്. ഇതിനകത്തെ പ്രൊട്ടക്റ്റഡ് മെമ്പർ ആണ് റോൾ നമ്പർ. ഗെറ്റ് നമ്പർ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സെക്ഷനിൽ നിന്നും ആർഗ്യുമെന്റ് വേരിയബിളിലേക്ക് ഒരു വാല്യൂ റീഡ് ചെയ്ത് അതിവിടെ റോൾ നമ്പർ എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. പുട്ട് നമ്പർ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി വേരിയബിളിന്റെ വാല്യൂവിനെ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇനി ടെസ്റ്റ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെസ്റ്റ് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിൽ നിന്നാണ്. എന്നാൽ സ്റ്റുഡന്റ് എന്ന ക്ലാസ് ഇവിടെ ടെസ്റ്റ് ക്ലാസിന്റെ വെർച്വൽ ക്ലാസ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാൽ ഇവിടെ വെർച്വൽ എന്ന കീവേഡ് ഉപയോഗിക്കുന്നു. ഇനി ഇതിലെ പ്രൊട്ടക്റ്റഡ് മെമ്പർ ആണ് പാർട്ട് 1, പാർട്ട് 2. ഗെറ്റ് മാർക്സ് എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി റീഡ് ചെയ്യുന്ന രണ്ട് വാല്യൂസിനെ എക്സിലേക്കും വൈയിലേക്കും അസൈൻ ചെയ്തതിനു ശേഷം ഇവിടുത്തെ രണ്ട് വേരിയബിളിലേക്ക് അതായത് പ്രൈവറ്റ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇനി പുട്ട് മാർക്കിന്റെ സഹായത്തോടുകൂടി നമ്മൾക്ക് ലഭിച്ച ആ രണ്ട് വാല്യൂവിനെ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇനി മറ്റൊരു വെർച്വൽ ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് സ്പോർട്സ്. ഇത് സ്റ്റുഡന്റ് എന്ന ക്ലാസിന്റെ വെർച്വൽ ബേസ് ക്ലാസ് ആണ്. വെർച്വൽ എന്ന കീവേഡ് വിസിബിലിറ്റി മോഡിന് മുൻപായോ അല്ലെങ്കിൽ വിസിബിലിറ്റി മോഡ് കഴിഞ്ഞതിന് ശേഷമോ ഇതേ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്കോർ എൻ്റർ ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട് സ്കോർ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇനി ഗെറ്റ് സ്കോർ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് കാൾ ചെയ്യുന്നത് അവിടെ നിന്നും എസ് എന്ന വേരിയബിളിലേക്ക് വാല്യൂ റീഡ് ചെയ്ത് അത് സ്കോർ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി പുട്ട് സ്കോർ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി നമ്മൾ റീഡ് ചെയ്ത സ്കോർ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. റിസൾട്ട് എന്ന ഡിറൈവ്ഡ് ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. റിസൾട്ട് എന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ടെസ്റ്റ് എന്ന ക്ലാസിന്റെ സ്പോർട്സ് എന്ന ക്ലാസ്സിൽ നിന്നുമാണ്. ഇവിടെ ടോട്ടൽ മാർക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി ടോട്ടൽ ഈക്വൽ ടു പാർട്ട് 1 പ്ലസ് പാർട്ട് 2 പ്ലസ് സ്കോർ ഇത് ആഡ് ചെയ്ത് ടോട്ടൽ എന്ന ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം പുട്ട് നമ്പർ എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. പുട്ട് മാർക്സ് എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. പുട്ട് സ്കോർ എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. അതിനുശേഷം ടോട്ടൽ മാർക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ്. ഇനി മെയിൻ ഫംഗ്ഷനുള്ളിൽ നമ്മൾ ഏറ്റവും അവസാനം ക്രിയേറ്റ് ചെയ്ത റിസൾട്ട് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് സ്റ്റുഡന്റ് 1. സ്റ്റുഡന്റ് 1 ഡോട്ട് ഗെറ്റ് നമ്പർ 12 എന്ന വാല്യൂ പാസ് ചെയ്യുന്നതും അത് ഗെറ്റ് നമ്പർ ഉപയോഗിച്ച് സ്റ്റുഡന്റ് എന്ന ക്ലാസ്സിലെ പ്രൈവറ്റ് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതുമാണ്. അടുത്തതായി ഗെറ്റ് മാർക്സ് എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി നമ്മൾ രണ്ട് വാല്യൂ ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ ഗെറ്റ് മാർക്സ് എന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതും ടെസ്റ്റ് എന്ന ക്ലാസ്സിലെ പ്രൊട്ടക്റ്റഡ് വേരിയബിളിലേക്ക് അത് അസൈൻ ചെയ്യുന്നതുമാണ്. അതേപോലെ തന്നെ ഗെറ്റ് സ്കോർ ഉപയോഗിച്ച് വാല്യൂ പാസ് ചെയ്യുന്നു, പ്രൈവറ്റ് വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇനി റിസൾട്ട് എന്ന ക്ലാസ്സിലെ ഡിസ്പ്ലേ എന്ന ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി ടോട്ടൽ മാർക്കും നമ്പർ, മാർക്ക്, സ്കോർ ഇവ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ക്ലാസ്സിനെ വെർച്വൽ ബേസ് ക്ലാസ് ആയി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, അതായത് സ്പോർട്സും ടെസ്റ്റും. ഈ രണ്ട് ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ മൂന്നാമത്തെ ക്ലാസ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാൽ ഇതിനെ വെർച്വൽ ബേസ് ക്ലാസ് ആയി ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രോഗ്രാമിനെ നമ്മൾക്ക് കമ്പൈൽ ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് സ്റ്റുഡന്റ് റോൾ നമ്പർ, പാർട്ട് 1 മാർക്ക്, പാർട്ട് 2 മാർക്ക്, സ്പോർട്സ് വെയിറ്റേജ്, ടോട്ടൽ മാർക്ക് എന്നിവ ഇവിടെ പ്രിന്റ് ചെയ്തായി കാണാം. അടുത്തതായി അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാത്ത ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബേസ് ക്ലാസ് ആയി വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ഇൻഹെറിറ്റൻസിൽ ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബേസ് ക്ലാസിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതേ രീതിയിൽ ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബേസ് ക്ലാസ്സിലെ എല്ലാ ഫീച്ചേഴ്സിനെയും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ബേസ് ക്ലാസിന്റെ മെമ്പേഴ്സിനെയും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇൻഹെറിറ്റൻസിൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടാത്ത ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്. അടുത്തതായി എങ്ങനെയാണ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ പാരാമീറ്റർ വാല്യൂസിനെ പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബേസ് ക്ലാസ്സിൽ നിന്നും ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടറിൽ നിന്നും
ബേസ് ക്ലാസ് കൺസ്ട്രക്ടറിലേക്ക് വാല്യൂ പാസ് ചെയ്യുന്നത്. ഇതിന്റെ സിന്റക്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ നിന്നും മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് നൽകുന്ന വാല്യൂ ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടറിലെ ഡിറൈവ്ഡ് ക്ലാസ്സിനായിരിക്കും ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ മെമ്പേഴ്സിനായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുന്നത്. എന്നാൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ മെമ്പേഴ്സിന് ലഭിക്കുന്ന ഈ വാല്യൂസിനെ, അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസിന്റെ പാരാമീറ്റർ വേരിയബിൾസിന് ലഭിക്കുന്ന ഈ വാല്യൂസിനെ നമ്മൾക്ക് ബേസ് ക്ലാസ്സിലെ കൺസ്ട്രക്ടറിലേക്ക്, അല്ലെങ്കിൽ ബേസ് ക്ലാസ് കൺസ്ട്രക്ടർ നമ്മൾക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിൽ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെ ഡിറൈവ്ഡ് ക്ലാസ് കൺസ്ട്രക്ടറിൽ ലഭിക്കുന്ന വാല്യൂ അടുത്ത ലൈനിൽ ഏത് ബേസ് ക്ലാസ്സിലേക്കാണോ നമ്മൾക്ക് പാസ് ചെയ്യേണ്ടത്, ആ ബേസ് ക്ലാസിന്റെ നെയിമും അതിന്റെ ബ്രാക്കറ്റിൽ പാസ് ചെയ്യേണ്ട വാല്യൂവും ഇതേ രീതിയിൽ നൽകിയാൽ മതിയാവും.